നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ തല്ലുമാല. സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതി. തീർന്നില്ല, തന്ത്രിയുമുണ്ട് പ്രതിപ്പട്ടികയിൽ. ഇങ്ങനെ എന്തൊക്കെ വാർത്തകൾ. അമ്പലക്കൊള്ള ശബരിമല മുതൽ അയോധ്യ വരെയുണ്ട്. ഇതിനിടെ പൊതുജനം കഴുതയല്ല എന്ന് അധികാരികളെ ഓർമ്മിപ്പിക്കാനും ജനങ്ങൾക്കോർക്കാനുമുള്ള ജനകീയ വാർത്താ നേരത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ജനകീയ വിഷയങ്ങൾ എന്നത്തെയും പോലെ ഇന്നുമുണ്ട് ഏറെ പറയാൻ. ഞാൻ B. ദിലീപ് കുമാർ. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. മുട്ടിൽ മരമുറി കേസ് ഓർമ്മയില്ലേ? സർക്കാർ മാറി വന്നാലും പ്രതികൾക്ക് ആശങ്കയില്ല. വനം വകുപ്പിലെ ചിലരുടെ അനാസ്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കലാകുന്നു. കേസുമായി ബന്ധപ്പെട്ട രേഖ AG ആവശ്യപ്പെട്ടിട്ടും വയനാട് DFOയ്ക്ക് അത് കൈമാറാൻ സമയമായില്ല. പോലീസ് ചുമത്തിയ 41 കേസിൽ കുറ്റപത്രം നൽകി. എന്നാൽ 5 വർഷമായിട്ടും വനം വകുപ്പെടുത്ത കേസിൽ കുറ്റപത്രം കോടതിയിലെത്തിയിട്ടില്ല. കേസ് ഫയൽ കോടതിയിൽ എത്താത്തതും ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതുമടക്കം സർക്കാരിൻ്റെയും വനം വകുപ്പിൻ്റെയും ഒളിച്ചുകളിയുടെ കൂത്തരങ്ങാണ് കേരളം കണ്ട ഏറ്റവും വലിയ വനം കൊള്ളയുടെ കഥ. കാണാം കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കാടു കാണാതെ മരം കാണുന്നവർ. കോളിളക്കം സൃഷ്ടിച്ച കാട്ടുകൊള്ളയ്ക്ക് 2020 മുതൽ പഴക്കമുണ്ട്. സർക്കാർ ഉത്തരവിന്റെ ഒളിയും മറയും പിടിച്ച് ആദിവാസികളെയും മാലോകരെയും പറ്റിച്ച് കോടികളുടെ ഈട്ടിത്തടി ലക്ഷങ്ങൾക്ക് മുറിച്ചു വിറ്റ മുട്ടിൽ മരം മുറിക്കഥ. കഥാദ്യത്തിൽ സർക്കാരും വനം വകുപ്പും സടകുടഞ്ഞുണർന്ന കാട്ടുകള്ളക്കൂട്ടത്തെ അഴിക്കുള്ളിലാക്കാനുള്ള ഉദ്യമത്തിലായിരുന്നു. മുട്ടിൽ വില്ലേജിൽ നിന്ന് മാത്രം മുറിച്ച മരത്തിന്റെ കണക്കിൽ 14 കോടിയാണ് ഖജനാവിന് നഷ്ടം. ആകെയുള്ള 41 കേസിൽ 36ലും അഗസ്റ്റിൻ സഹോദരന്മാരെന്ന് കുപ്രസിദ്ധി നേടിയ റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവരായിരുന്നു പ്രതികൾ. അല്ല, അവരാണ് പ്രതികൾ. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരിട്ട് ഹാജരായിരുന്ന കേസ് പിന്നീട് സംഭവത്തിന്റെ അനാസ്ഥയുടെ കൂത്തരങ്ങായിരുന്നു. കേസ് ആദ്യം കണ്ടെത്തിയ റേഞ്ച് ഓഫീസർ അഴിമതിക്കാരനും കള്ളനുമായി മാറി. കേസ് ഫയൽ DFO ഓഫീസിൽ നിന്ന് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിലേക്ക് എത്താതെയായി. പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഉഴപ്പിക്കേസിനെ ദുർബലമാക്കുന്നു എന്ന് ആദ്യം വാദം ഉന്നയിച്ച വനം വകുപ്പിന് ഇന്ന് അതിലേറെ ഉദാസീനതയാണ്. സർക്കാർ മാറിയിട്ടും വകുപ്പിന്റെ സ്വഭാവത്തിൽ മാറ്റമില്ല. മന്ത്രി പറഞ്ഞാലും ഉദ്യോഗസ്ഥർ കേൾക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ. നാശത്തിന്റെ വക്കിലെത്തിയ 4 കോടിയുടെ ഈട്ടിത്തടി ലേലം ചെയ്യാനുള്ള സുൽത്താൻ ബത്തേരി കോടതിയുടെ ഉത്തരവ് മിന്നൽ വേഗത്തിലാണ് സ്റ്റേ വാങ്ങി തിരികെ എത്തിയത്. AG ഓഫീസ് ആവശ്യപ്പെട്ടിട്ടും ഫയൽ കിട്ടാതായതോടെ ലൈസൺ ഓഫീസർ നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. എന്നാൽ സൗത്ത് വയനാട് DFO രേഖകൾ കൈമാറിയതേയില്ല. തത്വത്തിൽ ഹൈക്കോടതി സ്റ്റേ നൽകി. 52 കേസുകളാണ് ഈട്ടിത്തടി വെട്ടിയതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നാളിതുവരെയായി വനം വകുപ്പ് കുറ്റപത്രം നൽകാനുള്ള ശ്രമം പോലും നടത്തിയിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലം മുതൽ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണമെന്ന ആവശ്യം പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ മാറിയിട്ടും ഇടപെടൽ കടലാസിൽ പോലുമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ളയെന്ന മുൻ റവന്യൂ മന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും ഒരേപോലെ വിശേഷിപ്പിച്ച കേസിലാണ് സർക്കാരിന്റെ ആത്മാർത്ഥതയുടെ കണിക പോലും കാണാനില്ലാത്തത്. ക്രിമിനൽ ഗൂഢാലോചന, പൊതുമുതൽ നശിപ്പിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കേസുകളിൽ നിന്ന് വിടുതൽ ആവശ്യപ്പെട്ട് 25-ലേറെ കേസുകൾ പ്രതികളും നൽകിയിട്ടുണ്ട്. പൊതുഖജനാവിലേക്ക് എത്തേണ്ട കോടികൾ കൺമുന്നിലൂടെ കാട്ടുകള്ളന്മാർ കട്ടുകൊണ്ടുപോയാലും ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കാനുള്ള നാട്യശാസ്ത്ര രസമാണ് ഈ നാട്ടിലെ സർക്കാരും ഉദ്യോഗസ്ഥരും പയറ്റുന്നത്. എന്താണല്ലേ? കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. ലാൽകൃഷ്ണ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. അതിനു മുമ്പ് പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയെക്കുറിച്ച് റീന സതീശൻ പറയുന്നു. പൊതുജനത്തിൽ വരുന്ന പല കാര്യങ്ങളും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരുന്നുണ്ടെന്നും അതിന് പരിഹാരമുണ്ടാകുന്നു എന്നും അറിയുന്നതിൽ അഭിമാനിക്കുന്നു എന്ന്. നേരത്തെ പറഞ്ഞ ഈ മുട്ടിൽ മരമുറി കേസിൽ വനം വകുപ്പും അതോടൊപ്പം തന്നെ പ്രതികളുമൊക്കെയുള്ള ആ ഒത്തുകളിയെക്കുറിച്ചും നിരവധി പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. പച്ച മനുഷ്യൻ പറയുന്നു, കാട് കൊള്ളയടിക്കുന്നവർ വനം വകുപ്പും ശിങ്കിടികളുമാണ്, എന്നിട്ട് കർഷകരെ കയ്യേറ്റക്കാരാക്കുന്നു. രവികുമാർ PB പറയുന്നു, നാട് നന്നാക്കേണ്ടവർ തന്നെ നാട് കട്ടുമുടിക്കാൻ കൂട്ടുനിൽക്കുന്നു, വേലി തന്നെ വിളവ് തിന്നുന്നു. ഷീജ MK പറയുന്നു,
മുട്ടിൽ മരമുറി കേസിൽ ഇപ്പോഴും മരമുറി കേസിലെ പ്രതികൾ ഒരു കൂസലുമില്ലാതെ പുറത്ത് വിലസുന്നു എന്ന് സീന മുഹമ്മദ് പറയുന്നു. വീട്ടിലൊരു ചന്ദനമരമോ തേക്കുമരമോ വളർന്നാൽ അത് കൃത്യമായി സർക്കാരിലേക്ക് കൊണ്ടുപോകും. കാട്ടിലെ തടി കൊണ്ടുപോയാൽ ആരും ചോദിക്കാനും പറയാനുമില്ലേ. മോഹനൻ പിലാത്തറ പറയുന്നു, വനം കൊള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയേക്കാൾ ശബരിമല സ്വർണ്ണക്കൊള്ള ഈ വനം കൊള്ളയെ വെച്ച് നോക്കിയാൽ എത്രയോ ഭേദം എന്ന് തോന്നിപ്പോകും. അങ്ങനെ നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നത്. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി. സംസ്ഥാനത്ത് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനെ ചൊല്ലി UDF-നുള്ളിൽ തർക്കം മുറുകുന്നു. VM സുധീരനായി കോൺഗ്രസും MK മുനീറിനായി മുസ്ലിം ലീഗും PJ ജോസഫിനായി കേരള കോൺഗ്രസും ചരടുവലി തുടങ്ങി. തർക്കം രൂക്ഷമായതോടെ നേതാക്കൾ ചർച്ച നിർത്തിയ നിലയിലാണ്. VS അച്യുതാനന്ദൻ ഒഴിഞ്ഞ പദവിയിൽ ഇനി ആര് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാണാം തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട് കസേരയെ ചൊല്ലി. UDF-ന് ഒരു കാര്യത്തിലും അന്തിമമായ തീരുമാനം കൈക്കൊള്ളാനാകുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം. പല കാര്യങ്ങൾക്ക് പലവിധ തർക്കം. ഇതാ ഒരിടവേളയ്ക്ക് ശേഷം ഒരു തർക്കം കൂടി എത്തിയിരിക്കുകയാണ്. ഭരണപരിഷ്കാര കമ്മീഷനെ ചൊല്ലിയുള്ള തർക്കമാണത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത മുതിർന്ന നേതാക്കൾക്ക് അർഹമായ പരിഗണന വേണം. ആ പരിഗണന ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് നൽകാനാണ് UDF-ന്റെ തീരുമാനം. എന്നാൽ അത് ആര് എന്നുള്ളതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ UDF-നാകുന്നില്ല. ഭരണത്തിലെത്തിയിട്ടും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ഉയർന്ന അതേ തർക്കം ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്കുമുണ്ട്. മുതിർന്ന നേതാവും മുൻ KPCC പ്രസിഡന്റുമായ VM സുധീരനെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. മുൻ മന്ത്രി ഡോക്ടർ MK മുനീറാണ് മുസ്ലിം ലീഗിന്റെ ചോയ്സ്. PJ ജോസഫിന് അർഹതയുണ്ടെന്ന് കേരള കോൺഗ്രസും വാദിക്കുന്നു. നിലവിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് UDF-ൽ വടം വലിയാണ്. MLA സീറ്റിനായി തർക്കം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചു വന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും തർക്കം. ഇപ്പോഴിതാ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്കും തർക്കം. തർക്കമുണ്ടാകാതെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാണ് നേതാക്കളുടെ നീക്കം. UDF-നുള്ളിൽ ഔദ്യോഗികമായിട്ടുള്ള പരസ്യ ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല. എങ്കിൽ പോലും അനുകൂല ഘടകങ്ങൾ വിവരിച്ച നേതാക്കൾ രംഗത്തെത്തി. അതെ, പാർട്ടി ആ ആവശ്യം UDF നേതൃത്വത്തിന്റെ മുൻപിൽ ഉന്നയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് എന്ന നിലയിലും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിലും UDF-ന്റെ ഏറ്റവും സീനിയർ നേതാക്കളിൽ പ്രമുഖൻ എന്ന നിലയിലും UDF-ന്റെ ആദ്യത്തെ കൺവീനർ എന്ന നിലയിലും മന്ത്രിതുല്യ പദവിയോടെ UDF ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ നിശ്ചയിച്ചാൽ കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ P. ജോസഫ് സാറിനും അത് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതുമാണ്. സുധീരന്റെ രാഷ്ട്രീയ ഭരണപരിചയം കണക്കിലെടുത്താണ് അദ്ദേഹത്തിന്റെ പേര് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത്. ഒപ്പം VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതും VM സുധീരനാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സുധീരനെ തിരികെ എത്തിക്കുവാനുള്ളൊരു മാർഗവുമാകുമെന്നാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുനീർ മത്സരിച്ചിരുന്നില്ല. അതിനാൽ മുതിർന്ന നേതാവിന് അർഹമായ നിയമനം നൽകണമെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ ആവശ്യം. UDF-ന്റെ ആദ്യ കൺവീനറായിരുന്ന PJ ജോസഫാണ് എന്തുകൊണ്ടും ഈ സ്ഥാനത്തേക്ക് അർഹനെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും വാദിക്കുന്നത്. എന്തായാലും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചർച്ച ഔദ്യോഗികമായി ആരംഭിക്കുന്നതോടുകൂടി UDF-ൽ വീണ്ടും പോരുമുറുകുമെന്ന ഉറപ്പ്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അതിനിടെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അക്കാര്യം പ്രേക്ഷകർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ആദിത്യ രാജേഷും ഈ ഫുട്ബോളുമൊക്കെ പറയുന്നു തൃശ്ശൂരിൽ നല്ല മഴയാണെന്ന്. ജോസ്വിൻ ജോസഫ് പറയുന്നു കോട്ടയത്ത് പെരുമഴ പെയ്യുന്നു എന്ന്. കണ്ണന്താഴ പറയുന്നുണ്ട് വെള്ളിമാട് കുന്ന് തിമിർത്തു പെയ്യുന്നു എന്ന്. ആ നിലയിൽ നിരവധി പ്രേക്ഷകരാണ് ഈ മഴയെക്കുറിച്ച് അറിയിക്കുന്നത്. മറ്റ് നിരവധി പ്രേക്ഷകർ ഇപ്പോൾ പ്രേക്ഷകർ കണ്ട ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. ഓമനാകൃഷ്ണൻ പറയുന്നു UDF-ലെ ഗ്രൂപ്പിസം കസേരയ്ക്ക് വേണ്ടി തമ്മിലടിക്കുന്നു. വനജ PR പറയുന്നു UDF-ൽ തർക്കത്തിലൂടെയല്ലാതെ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ലേ എന്ന്. സദാശിവൻ പിള്ള പറയുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ റെൻഡഡ് ആൻ ഓർഫൻ. ഇറ്റ്സ് മിസറബിൾ ടു നോട്ട് ദ റിഫ്റ്റ്സ് ഇൻ ഫൈൻഡിങ് എ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് എന്ന്. ആ നിലയിൽ നിരവധി പ്രേക്ഷകരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുന്നത്. ഇനി വ്യത്യസ്തമായൊരു വാർത്തയിലേക്കാണ്. ജീവനക്കാരനല്ലാത്ത വ്യക്തി ആലപ്പുഴ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ ജോലി ചെയ്തത് 30 വർഷം. രഹസ്യ പരാതിയെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് ചേർത്തല സ്വദേശി
KG സജേതന്റെ കള്ളക്കളി പുറത്തായത്. കരാറുകാരുടെ ഇടനിലക്കാരൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സജേതന് സർക്കാർ ഓഫീസിൽ ഇരിപ്പിടമൊരുക്കുന്നത് പൊതുമരാമത്ത് ഓഫീസിലെ ഉദ്യോഗസ്ഥരാണെന്നതും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കണ്ടില്ലെന്ന് നടിച്ചതോ? ആലപ്പുഴ കല്ലുപാലത്തിന് സമീപമുള്ള പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം. ഈ ഓഫീസിലാണ് കഴിഞ്ഞ 30 വർഷമായി ഒരു കരാറുകാരന്റെ ഇടനിലക്കാരൻ ജോലിക്കാരനായി ബഹരിക്കുന്നത്. സജേതൻ സ്ഥിരമായി ഈ ഓഫീസിലെത്തും. സർക്കാർ ജീവനക്കാരനെ പോലെ വരും പോകും. ഇതിനിടയിൽ 100 കൂട്ടം ജോലികൾ. ഓവർസിയർമാരും എഞ്ചിനീയർമാരും ചെയ്യേണ്ട ജോലികൾ അവർ തന്നെ സജേതനെ ഏൽപ്പിക്കും. 30 വർഷത്തെ അനധികൃത പ്രവൃത്തി പരിചയം സർക്കാർ വെബ്സൈറ്റുകൾ കൈകാര്യം ചെയ്യാൻ ഇയാളെ പ്രാപ്തനാക്കി. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ പാസ്സായ സജേതൻ 30 വർഷം മുമ്പ് അപ്രന്റീസായാണ് ഓഫീസിലെത്തിയത്. കരാറുകാരുടെ ഇടനിലക്കാരനുമായതിനാൽ ഓഫീസ് വാതിലുകൾ സജേതനായി സദാസമയം തുറന്നുകിടന്നു. ഓഫീസിൽ നിന്ന് തന്നെ സമീപകാലത്തെത്തിയ പരാതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിനെത്തി. അപ്പോഴും ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കമ്പ്യൂട്ടറിൽ ജോലി തിരക്കിലായിരുന്നു സജേതൻ. സംഭവം അതീവ ഗൗരവമുള്ളതെന്ന് ആലപ്പുഴ MLA AD തോമസ്. കഴിഞ്ഞൊരു 30 വർഷക്കാലമായി ഇങ്ങനെ ഒരാൾ ഈ ഒരു ഓഫീസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് ഇത് നിയന്ത്രിക്കുന്ന രീതി, ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അടിയന്തരമായി പഠിക്കേണ്ടതാണ്. അതിന് കുടപിടിച്ചു കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. അത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അതിനുശേഷം നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരാറുകാരിൽ നിന്ന് ഉദ്യോഗസ്ഥർക്കുള്ള അനധികൃത സാമ്പത്തിക ഇടപാടുകളിലും സജേതൻ പാലമായതായി ആരോപണമുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള പാലം, റോഡ് തുടങ്ങിയവയുടെ ഉദ്ഘാടനങ്ങളിലും സജീവം. ഇടത് സംഘടനകളുടെ പരിപാടികളിലും പങ്കാളി. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറി. സജേതനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ലെന്നാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ P ആതിരയുടെ വിശദീകരണം. കരാറുകാർക്ക് വേണ്ടി ലെവൽസ് എടുത്ത് ഓഫീസിൽ എത്തിക്കുന്നതല്ലാതെ മറ്റു കാര്യങ്ങളിൽ ഇടപെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. ഒരു സർക്കാർ ഓഫീസിൽ സർക്കാർ ജീവനക്കാരനല്ലാത്ത വ്യക്തിക്ക് എങ്ങനെയാണ് സ്വന്തമായി കമ്പ്യൂട്ടറും ചെയറും ഒക്കെ ലഭിക്കുക? അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ 30 വർഷമായി മാറി മാറി വന്ന സർക്കാരുകളും ഉദ്യോഗസ്ഥരും ഇത് കണ്ടില്ലെന്നതും ആശ്ചര്യകരം. ഇതും നടക്കുന്നത് കേരളത്തിൽ. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. ഒന്നും രണ്ടുമല്ല, നീണ്ട 30 വർഷക്കാലമാണ് സജേതൻ ആ ഓഫീസിൽ, അതും ഒരു സർക്കാർ ഓഫീസിൽ അവിടെ ജീവനക്കാരൻ അല്ലാതിരുന്നിട്ടും അയാൾ ആ ഓഫീസിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതും അവിടെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഒരുക്കി കൊടുത്ത മേശയുണ്ട്, കസേരയുണ്ട്, കമ്പ്യൂട്ടറുണ്ട് അയാൾക്ക് അവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ. പക്ഷേ ആ ആൾ സജേതൻ അവിടെ യഥാർത്ഥത്തിൽ ജീവനക്കാരനല്ല എന്ന കാര്യം ചുറ്റുമുള്ളവർ ഇപ്പോഴാണ് അറിയുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യത്തിൽ സത്വര നടപടി സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇടനിലക്കാരുടെ ആളായി അവിടെ ഓഫീസിൽ പ്രവർത്തിക്കുകയായിരുന്നു എന്ന ആരോപണവും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടും ഈ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. അൻവർ അസീസ് ചോദിക്കുന്നു, ശമ്പളം ഉണ്ടായിരുന്നോ ഈ 30 വർഷമെന്ന്. അബ്രഹാം തോമസ് പറയുന്നു, സിനിമയെ വെല്ലുന്ന സംഭവങ്ങളാണല്ലോ സർക്കാർ സ്ഥാപനത്തിൽ നടക്കുന്നത് എന്ന്. ആ നിലയിൽ നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. മണൽകടത്തു സംഘങ്ങളുമായും കാപ്പ കേസ് പ്രതിയുമായുള്ള വഴിവിട്ട ബന്ധത്തിൽ മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. കോൺസ്റ്റബിൾ K ജിനേഷിനെതിരെയാണ് നടപടി. വകുപ്പ് തല അന്വേഷണം നടത്താൻ മലപ്പുറം SHOയ്ക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് മലപ്പുറത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ പ്രമേഷ്, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ തിരൂർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് ഈ K ജിനേഷ് എന്ന പോലീസ് കോൺസ്റ്റബിൾ, അദ്ദേഹം വഴിവിട്ട് കാപ്പ കേസ് പ്രതിയുമായും അതോടൊപ്പം തന്നെ മണൽക്കടത്ത് സംഘങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അനധികൃത മണൽക്കടത്ത് മാഫിയ സംഘങ്ങളുമായി ഇയാൾ വഴിവിട്ട് സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചെന്നും കാപ്പ കേസ് പ്രതിയുടെ ഇടനിലക്കാരനോടൊപ്പം വിനോദയാത്ര നടത്തിയെന്നും റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചു.
പോലീസ് പല രഹസ്യ നീക്കങ്ങളും മണൽക്കടത്ത് സംഘങ്ങൾക്ക് ചോർത്തി നൽകിയതായും, അതായത് ഈ മണൽക്കടത്ത് സംഘത്തെ പിടികൂടാൻ വേണ്ടി പോലീസ് ശ്രമങ്ങൾ നടത്തുമ്പോൾ ആ വിവരങ്ങൾ ഈ സംഘത്തിന് ചോർത്തി കൊടുത്തിരുന്നത് ഈ ഉദ്യോഗസ്ഥരാണ് എന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. വകുപ്പ് തല അന്വേഷണം നടത്താൻ മലപ്പുറം SHOക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ചുമതല നൽകിയിരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവി. ഇയാൾ ഈ നിലവിൽ മലപ്പുറം DHQ ക്യാമ്പിലാണ് ജോലി ചെയ്യുന്നത്. തിരൂർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ വഴിവിട്ട ബന്ധങ്ങൾ സ്ഥാപിച്ചത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തൽ. അതിനിടെ ഷീജ MK ചോദിക്കുന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർമാർ തമ്മിലുള്ള അടി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന്. അടി മാത്രമല്ല, തട്ടിക്കൊണ്ടുപോകൽ വരെ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനും തിരുവനന്തപുരം നഗരസഭയും കേരളവുമൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കൗൺസിലർമാരെ തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണം 90-91 കാലയളവിൽ അന്ന് തിരുവനന്തപുരം നഗരസഭയിൽ ഭൂരിപക്ഷം CPIM-നായിരുന്നു. 88 മുതൽ ആ 5 വർഷക്കാലത്തേക്കുള്ള CPIM-ന്റെ ഭരണം അങ്ങനെ അവിടെ നഗരത്തിൽ പുരോഗമിക്കുകയായിരുന്നു. അന്ന് മേയർമാരുടെ കാലാവധി 1 വർഷമാണ്. അതുകൊണ്ട് ഓരോ വർഷവും പുതിയ മേയർമാരെ തിരഞ്ഞെടുക്കുമായിരുന്നു. ആദ്യം 88-ൽ C. ജയൻ ബാബു മേയറാകുന്നു. പിന്നീട് 89-ൽ CPI-യിലെ P. മാക്സ്വൽ മേയറാകുന്നു. അതിനുശേഷം നെടുങ്കാട് കരുണാകരൻ നായർ മേയറാകുന്നു. 90-91 കാലയളവിൽ CPIM ലളിതാ സദാശിവനെ മേയർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നു. അന്ന് CPIM-നെ സംബന്ധിച്ച് പ്രമുഖരായ നേതാക്കൾ, സ്റ്റാൻലി സത്യനേശനെ പോലെയുള്ള നേതാക്കൾ ആ നഗരസഭയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ലളിതാ സദാശിവന്റെ പേരാണ് CPIM നിർദ്ദേശിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ സ്റ്റാൻലി സത്യനേശനും ഡെപ്യൂട്ടി മേയറായി CPIM-ന്റെ തന്നെ പാങ്ങോട് വാർഡ് കൗൺസിലറായിരുന്ന കൃഷ്ണൻകുട്ടിയും അവർ പാർട്ടി മാറുകയും വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ആ കൗൺസിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൗൺസിലർമാരെ കാണാനില്ല, അവരെ തട്ടിക്കൊണ്ടുപോയി എന്ന വലിയ വാർത്ത പ്രചരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭ. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. UDF സർക്കാരിൻ്റെ പ്രിയദർശിനി പദ്ധതി നടപ്പിലായതോടെ സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് ആശങ്ക. തൊഴിലാളികളുടെ അടിസ്ഥാന വേതനം ഉയർത്തുന്നതടക്കം നിരവധി ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടി വയനാട്ടിൽ ഇന്ന് പ്രതിഷേധമുണ്ടായി. സർക്കാർ അനുകൂല നടപടി എടുക്കും വരെ താൽക്കാലികമായി ഓട്ടം നിർത്താനാണ് സ്വകാര്യ ബസ്സുകളുടെ തീരുമാനം. കാണാം വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്തം തയ്യാറാക്കിയ റിപ്പോർട്ട്. സ്വകാര്യ ബസ്സുകളുടെ വയറ്റത്തടിച്ചോ സൗജന്യ യാത്ര. പ്രിയദർശിനിയുടെ വരവോടെ KSRTCയെ ജനങ്ങൾ ചേർത്ത് പിടിച്ചപ്പോൾ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഉയരുന്ന ശബ്ദം പ്രതിസന്ധിയുടേത് മാത്രമല്ല, പ്രതിഷേധത്തിൻ്റേത് കൂടിയാണ്. പിറന്ന് മാസം തികച്ച UDF സർക്കാർ നടപ്പിലാക്കിയ ആദ്യ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ തലയുയർത്തി നിൽക്കുന്നു. കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രശംസാ വാക്കുകൾക്കൊപ്പം കേൾക്കേണ്ട, പരിഗണിക്കേണ്ട പ്രതിഷേധ സ്വരങ്ങളും ജന്മം കൊണ്ടിരിക്കുന്നു. നമുക്കൊന്നെങ്കിൽ ഡീസലിന് സബ്സിഡി തരിക, ജീവിക്കണം, ഞങ്ങൾക്ക് തൊഴിലാളികൾക്കും ഓണ്ടർമാർക്കും ജീവിക്കണം. കുട്ടികളൊക്കെ ഉണ്ട്, ഞങ്ങളും ജീവിക്കണം. ഈ പൈസ കൊണ്ട് അവിടെ ജീവിക്കും ഞങ്ങള്. വിദ്യാർത്ഥി കൺസഷൻ 25 വർഷം മുന്നിലുള്ള കൺസഷനാണ് ഇപ്പോഴും ഉള്ളത്. 1 രൂപ മാത്രമാണുള്ളത്. 25 കിലോമീറ്ററിനും ഈ 3 രൂപ മാത്രമാണുള്ളത്. 2000-3000 രൂപ അങ്ങോട്ട് കൊടുത്ത് ഓടിക്കേണ്ട ഒരു ഗതികേടാണുള്ളത്. റോഡുകൾ പ്രിയദർശിനി കീഴടക്കി. പദ്ധതിയുടെ ഓരം പറ്റി മുന്നോട്ട് പോകാൻ പോലും പ്രതിസന്ധി നേരിടുന്നു സ്വകാര്യ ബസ് ഉടമകൾ. ഈ അനുകൂലം പറ്റുന്നത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. ഇവിടുത്തെ പാവപ്പെട്ട ഒരു സ്ത്രീകൾക്കും ഇതിന്റെ അനുകൂലം കിട്ടുന്നില്ല. നേരെ മറിച്ച് ഇതൊരു വിദ്യാർത്ഥികൾക്കാണ് ഈ സൗജന്യ യാത്ര അനുവദിച്ചെങ്കിൽ എല്ലാ കുടുംബത്തിനും ഗുണകരമായി അത് വന്നേനെ. അല്ലെങ്കിൽ ഒരു മാനദണ്ഡം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു 60 വയസ്സിന് മേലേക്ക് അല്ലെങ്കിൽ BPL കാർഡ് ഉള്ളവർക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും മാനദണ്ഡം വേണ്ടേ? പ്രിയദർശിനി യാത്രയിലൂടെ അനേകം വീട്ടമ്മമാർ സമ്പാദ്യമുയർത്തുമെന്ന് പറഞ്ഞ സർക്കാരിന് മുന്നിൽ സ്വകാര്യ ബസ് തൊഴിലാളികളായ ഈ വീട്ടമ്മമാരുടെ നഷ്ടക്കണക്കുകൾക്കും സ്ഥാനമുണ്ടാകേണ്ടതാണ്. ഞങ്ങൾ ഈ മേഖലയിലേക്ക് ഇറങ്ങിയത് തന്നെ വളരെ പ്രതീക്ഷയോടെയാണ്. ഇപ്പം വളരെ നല്ല പ്രതിസന്ധിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഞങ്ങൾക്ക് കിട്ടിയിരുന്ന 1200 അങ്ങനെ കൂലി വാങ്ങിക്കൊണ്ടിരുന്നതായിരുന്നു. അതായത് കളക്ഷൻ അനുസരിച്ചിട്ട് ബത്തായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോൾ പകുതിയുടെ പകുതിയും ചില ദിവസങ്ങളിൽ എണ്ണയടിക്കാനില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥകളിൽ, അതായത് ചില ദിവസങ്ങളിൽ മിക്ക ദിവസങ്ങളിലും എണ്ണയടിക്കാനില്ല, ഫുഡിനുള്ള എക്സ്പെൻസ് കാണാൻ കഴിയുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ബസ്സൊക്കെ കാലിയായിട്ടാണ് പോകുന്നത്. ഈ ഒരു അവസ്ഥയിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല, വളരെയധികം പ്രതിസന്ധിയിലാണ്. പ്രിയദർശിനിക്കൊപ്പം ഓടിയെത്താനാകുന്നില്ല. ഓടിയെത്തിയാൽ തന്നെ വയറു നിറയ്ക്കുന്നതിനും തികയുന്നില്ല. കിട്ടുന്നതെല്ലാം ഇന്ധനത്തിനും അനുബന്ധ ചെലവുകൾക്കും. സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പരിഗണന എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ.
300 ചില്ലറ വണ്ടികളോളം G-ഫോം കൊടുത്തു. അതായത് വാഹനം ഓടിക്കാത്ത നിലയിൽ ഓണർമാർ അത് ചെയ്തു. ഈ വരുന്ന 1000 തൊഴിലാളികൾ ഇപ്പോൾ അടുത്ത ദിവസം പട്ടിണിയിലേക്ക് പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഈ സംവിധാനം കണ്ട് ഈ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന രീതിയിൽ ഈ തൊഴിലാളികളെ ഏറ്റെടുക്കോ, ഈ വാഹനം ഏറ്റെടുക്കോ, അത് അവരുടെ രീതിയിലുള്ള കാര്യം ചെയ്തിട്ട് ഞങ്ങളുടെ ഈ സമൂഹത്തിന്റെ യാത്രാ മാധ്യമങ്ങളിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് തൊഴിലാളികളായ ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയദർശിനി KSRTC-കൾ നിറഞ്ഞതോടെ ഭൂരിഭാഗം ജനങ്ങളും ഹാപ്പിയായി. പക്ഷേ സ്വകാര്യ ബസ് ഉടമകളും ബസ് തൊഴിലാളികളും മിച്ചമുള്ള സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളും ഹാപ്പി ആകണമെങ്കിൽ സ്വകാര്യ ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.